പക്ഷെ നിനക്ക് മാത്രമല്ല ഈ പറയുന്ന ഫ്രണ്ട്സും വീട്ടുകാരും കോളേജും എനിക്കും ഉണ്ട്. എന്ത് ടൈം വേണമെന്നാണ് നീ പറയുന്നത്? ഇത്രയും കാലമായിട്ട് നിനക്കൊരു ഡിസിഷൻ എടുക്കാൻ പറ്റിയിട്ടില്ലേ? ഇത്രയും ക്രൂഷ്യൽ സിറ്റുവേഷൻ എനിക്ക് വേറെ ആരുമില്ല, അതുകൊണ്ടാ. അക്ഷയ്, നീ എന്തോ ഒന്നും മിണ്ടാത്തെ? അക്ഷയ്, കഥ തുറന്നേ മോളെ. അച്ഛനും അമ്മയും പറയുന്നത് നീ ഒന്ന് മനസ്സിലാക്ക്. നിന്റെ ഭാവി അത് നീയായിട്ട് നശിപ്പിക്കരുത്. ഞാൻ പറയുന്നത് നീ കേൾക്കുന്നില്ലേ മോളെ? ആൻറ്റി അവളെന്തി? എൻ്റെ മോളെ, ഞങ്ങൾ പറയുന്നൊന്നും അവൾ മനസ്സിലാക്കുന്നില്ല. ആൻറ്റി ഞങ്ങളൊന്ന് അവളെ കാണട്ടെ. നിങ്ങളെങ്കിലും അവളെ ഇതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ നോക്ക്. ഞങ്ങൾ ആകെ മൊത്തം തകർന്നിരിക്കുക. അതിൻ്റെ കൂടെ ആ കുഞ്ഞൂടി വന്നാൽ ഞങ്ങൾക്ക് ആലോചിക്കാൻ പോലും വയ്യ. അതിൻ്റെ ഒപ്പം ഈ നാട്ടുകാരും കുടുംബക്കാരും. നിങ്ങൾ അവളെ ഒന്ന് പോയി കണ്ടിട്ട് വരട്ടെ ആൻറ്റി. എനിക്കെങ്ങനെ ഉണ്ടടാ? എടാ നിന്റെ വീട്ടുകാര് വല്ലാത്തൊരവസ്ഥയിലാണ്. നിന്റെ നല്ലതിന് വേണ്ടിയല്ലേ അവര് പറയാ. എടാ ഒന്ന് നിർത്തുവോ? എനിക്ക് ഇനി കേൾക്കാൻ വയ്യ. നിങ്ങളും കൂടി തുടങ്ങല്ലേ? എടാ പക്ഷേ എടാ ഞങ്ങൾ നിന്റെ മനസ്സ് മാറ്റാൻ വന്നൊന്നല്ല. നീ എന്ത് തീരുമാനം എടുത്താലും ഞങ്ങൾ നിന്റെ ഒപ്പം ഉണ്ട്. സോ നീ അതും കൂടെ ആലോചിച്ച് നല്ല ഡിസിഷൻ എടുക്കും. പക്ഷെ ഈ കുഞ്ഞിനെ കളയാൻ എൻ്റെ മനസ്സ് എന്നെ അനുവദിക്കുന്നില്ല. എടാ നീ ഒന്ന് കാമായിട്ടിരിക്കും. എടാ എൻ്റെ പരിചയത്തിലൊരു ഡോക്ടറുണ്ട്. നമുക്ക് അവരെ പോയി കണ്ട് സംസാരിക്കാം. എന്നിട്ട് തീരുമാനിക്കാം നമുക്ക് എന്ത് ചെയ്യണമെന്ന്. ആ മാളവിക കയറി വാ. ദിയല്ലേ? ഞാൻ ഡാരോ. എന്താ നിൽക്കുന്നു? ആയിരിക്കും മോളുടെ റിപ്പോർട്ടൊക്കെ ഞാൻ കണ്ടായിരുന്നു. 8 weeks അല്ലേ? വീട്ടിലെ സിറ്റുവേഷനൊക്കെ എനിക്കറിയാം. ഓൾറെഡി 2 months ahead. ദിയ, ലീഗലി 20 weeks വരെ അബോർഷൻ പോസിബിൾ ആണ്. ആൻഡ് 12 weeks ആണ് ഒരു സേഫ് ഓപ്ഷൻ. ഇപ്പം മാളവികയുടെ ഫ്രണ്ട് ആയത് കാരണം ഞാൻ പറയുക, നിന്റെ ഒരു ഡെസിഷൻ എന്ന് പറഞ്ഞാൽ അത് നിനക്ക് വേണ്ടി മാത്രമുള്ളതല്ല. ഒരു സിംഗിൾ മദറായിട്ട് സക്സസ്ഫുൾ ആയ ഇഷ്ടം പോലെ ആൾക്കാർ നമ്മുടെ ഇടയിലുണ്ട്. ആസ് ഫാർ ആസ് യു ഡോണ്ട് കൺസിഡർ ഇറ്റ് ആസ് എ ബർഡൻ, യു ക്യാൻ ബി വൺ ഓഫ് ദം ടു. സോ വാട്ട്സ് യുവർ ഡെസിഷൻ?